നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം കാത്തിരിക്കുന്ന നിർണായക വിധി. ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്കും അമ്മാവനും എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കുക എന്നതാണ് ഏവരും ഇന്ന് ഉറ്റുനോക്കുന്നത്. ഇന്ന് നിർണായക വിധി വരും. അന്തിമവാദം ശനിയാഴ്ച പൂർത്തിയായിരുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ശിക്ഷയിൽ ഇളവ് പരമാവധി കുറയ്ക്കണമെന്ന് ഗ്രീഷ്മയും കോടതിയിൽ അപേക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നാണ് ആ നിർണായക വിധി വരുന്നത്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിധി വരാനായി. ഇതിനിടയിൽ അന്വേഷണ സമയത്ത് ഗ്രീഷ്മ പറഞ്ഞ ചില വാക്കുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഓർത്തെടുക്കുകയാണ്. തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഷാരോൺ വധക്കേസ് അന്വേഷിച്ചത്. കേസ് അന്വേഷണം ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ ആ സമയത്ത് അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയുടെ മനസ്സറിയാൻ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഒരു പ്രതി എന്ന പേടിയില്ലാതെ, ഒരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മ അവരോട് ഇടപെട്ടത്. ആ സംസാരത്തിനിടയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന് എന്തിനാണ് ഷാരോണിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നായിരുന്നു. കൊലപാതകം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന് അറിയാം, എന്നിട്ടും എന്തിനു കൊല ചെയ്തു എന്നായിരുന്നു ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ചതും. ആ രീതിയിലായിരുന്നു ചോദ്യം ഗ്രീഷ്മയോട് ഉന്നയിച്ചതും. പക്ഷേ ഗ്രീഷ്മയുടെ മറുപടി ചിരിച്ചുകൊണ്ട്, യാതൊരു കൂസലുമില്ലാതെ ഇത്തരത്തിലായിരുന്നു ഗ്രീഷ്മ മറുപടി പറഞ്ഞത്. ഷാരോണിനൊപ്പം ജീവിക്കാൻ ഒരു ആഗ്രഹവുമില്ല, ഒഴിവാകാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നുമില്ല, പിന്നെ കൊല്ലുകയല്ലാതെ മാർഗമില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്ന് അറിയാം, കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് 14 വർഷം. അപ്പോൾ 38 വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും, ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം എന്നായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി. ഈ മറുപടി കേട്ട ഉദ്യോഗസ്ഥർ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. എന്തായാലും ഗ്രീഷ്മയുടെ ആത്മവിശ്വാസം പോലെ ജീവപര്യന്തമാണോ കിട്ടുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മണിക്കൂറുകൾക്കകം അറിയാൻ സാധിക്കും. എന്നാലും ഷാരോണിന്റെ കുടുംബം വധശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും ശിക്ഷയായി അവർ ആഗ്രഹിക്കുന്നില്ല. മാതൃകാപരമായി തന്നെ ഗ്രീഷ്മയെ ശിക്ഷിക്കണമെന്നും ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകരുത് എന്നതടക്കമുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടും, അല്ലെങ്കിൽ കോടതിയിൽ വിശ്വാസമുണ്ടെന്നും തങ്ങളുടെ ഭാഗം വക്കീൽ വലിയ രീതിയിലാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതെന്നും അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും ഷാരോണിന്റെ കുടുംബവും പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്കകം ആ നിർണായക വിധി, കേരളം ഉറ്റുനോക്കിയ വിധി അറിയുവാൻ സാധിക്കും. 1-ാം പ്രതി ഗ്രീഷ്മ, 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇവിടെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഷാരോണിനെ ഒഴിവാക്കാൻ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തതായി കോടതി വ്യക്തമാക്കി. അമ്മാവനായ നിർമ്മലകുമാരൻ നായർ തെളിവ് നശിപ്പിച്ചെന്ന് കണ്ടെത്തി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് ഗ്രീഷ്മ ആവശ്യപ്പെട്ടു. കേസിലെ 2-ാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. 2022 ഒക്ടോബർ 14 വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു. ഒക്ടോബർ 25-ന് ഷാരോൺ മരിച്ചു. ഷാരോൺ കേസിന്റെ രീതി തന്നെ മറ്റുള്ളവർ മാതൃകയാക്കണമെന്ന് കോടതി പറഞ്ഞു. ഒക്ടോബറിൽ തുടങ്ങി ജനുവരിയിൽ വളരെ പെട്ടെന്ന് തന്നെ വാദം പൂർത്തിയായി എന്നത് ഏറ്റവും ശ്രദ്ധേയം. കേസ് മാറ്റിവെച്ചിട്ടില്ല, നീട്ടിക്കൊണ്ടു പോകലുമില്ലായിരുന്നു എന്നതും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന ആരോപണം തള്ളി പോലീസ്. പഴുതടച്ച അന്വേഷണമാണ് നടന്നതെന്നും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി KJ ജോൺസൺ പറഞ്ഞു. ഗ്രീഷ്മ ഒരു തവണ മാത്രമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ചെയ്തതാണ്. ഷാരോണിന്റെ ഫോണിലെ വീഡിയോകളും ഫോട്ടോകളും പരിശോധിച്ചു. അതിൽ ബ്ലാക്ക് മെയിലിംഗിന് തക്ക ഫോട്ടോകളൊന്നും കണ്ടെത്തിയില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും രാത്രി ഷാരോണുമായി സംസാരിക്കും, അത് കഴിഞ്ഞ് പ്രതിശ്രുത വരനുമായി സംസാരിക്കും. ഷാരോൺ ചികിത്സ കിട്ടാതെ മരിക്കണമെന്നായിരുന്നു ഗ്രീഷ്മ ആഗ്രഹിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.